നമസ്കാരം. ഇപ്പം എൻ്റെ കൂടെയുള്ളത് നമുക്കറിയാം, നമ്മളെ സന്തോഷ് വർക്കി. ആറാട്ടണൻ എന്ന് അറിയപ്പെടുമെങ്കിലും എനിക്ക് സന്തോഷ് വർക്കി എന്ന് വിളിക്കാൻ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതെ, കുറച്ചും കൂടെ ഒന്ന് സയന്റിഫിക്കൽ ഫിലോസഫിക്കൽ. അതെ അതെ, മറ്റേ സിനിമയും മറ്റേ നമുക്ക് കുറച്ചുകൂടെ ആളുകൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പൊതുവെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ് എപ്പോഴും പറയുന്നത്, സയൻസ് വേഴ്സസ് റിലീജിയൻ. ശരിക്കും അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു വേഴ്സസ് അങ്ങനെ ഒരു രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന സാധനമാണോ ഈ റിലീജിയനും സയൻസ് എന്ന് പറയുമ്പോൾ? ഐൻസ്റ്റൈനിലെ രണ്ടും റിലേറ്റ് ചെയ്താ പറഞ്ഞത്. രണ്ടും വേണമെന്നാ പുള്ളി പറഞ്ഞ. പക്ഷെ റിലീജിയന്റെ ഏറ്റവും കുഴപ്പം പറഞ്ഞാൽ റിലീജിയനിൽ ലോജിക് ഇല്ല, യുക്തിയില്ല, ഇമാജിനേഷൻ. റിലീജിയനിൽ ഇമാജിനേഷൻ ഉണ്ട്, കുറെ കഥകളും മറ്റല്ല. പക്ഷെ റിലീജിയനിൽ യുക്തിപൂർവ്വം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. അതുണ്ട്, സ്കോളർഷിപ്സിൽ പറയും. ഈ നമുക്ക് ലോജിക്കൽ ദൈവം ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. അതങ്ങനെ ലേബിനസ്, സ്പിനോസ, ഡെക്കാർട്ടെ എല്ലാം ഇത് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താണല്ലോ. ലോജിക് വെച്ച് ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. പക്ഷെ സയൻസ് മുഴുവൻ ഡീൽ ചെയ്യാൻ എംപെറിക്കലാണ്, എവിഡൻസ് ആണ്. അങ്ങനെ നോക്കിയാൽ ദൈവം ഇതില്ല. സയൻസ് ഒബ്ജക്റ്റീവും റിലീജിയൻ സബ്ജക്റ്റീവും ആണ്. ഇതിന്റെ കുഴപ്പമാണ് മിഡീവൽ പീരിയഡില് ഈ കാത്തലിക് ചർച്ച് വന്നപ്പോൾ എല്ലാവരും ഒരു ഡാർക്ക് ഏജ് ആയി. അങ്ങനെയാണ് ഗലീലിയോ ഹൗസ് അറസ്റ്റ് ആക്കിയത്, മറ്റേ ബ്രൂണോയെ കൊന്നല്ല. ഇതൊരു കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്, റിലീജിയൻ നല്ലതാണ്, ഒപ്പീനിയൻ ഓഫ് എല്ലാം നല്ലതാണ്, പക്ഷെ ഒരു ബ്ലൈൻഡ് ഫെയ്ത്തിലേക്ക് പോകും, റീസണിങ് ഇല്ലാതെ പോകും. അവിടെ വരുമ്പോൾ ആൾക്കാർ കൊല്ലുകൊള്ളും ചെയ്യും. അതാണ് റിലീജിയൻ്റെ കുഴപ്പം. പക്ഷെ റിലീജിയൻ നല്ല മോറൽ വാല്യൂസ് പറയണ്ട, അത് ആരും കീപ്പ് ചെയ്യാറില്ല. ഞാൻ ക്രിസ്ത്യനാണ്. ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും വലിയ ക്വാളിറ്റി ഫോർഗീവ്നെസ് ആണ്. അത് ഒരു ക്രിസ്ത്യാനി ഞാൻ കണ്ടിട്ടില്ല. മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഗുരു. അപ്പൊ ഗുരു എന്ന സിനിമയ്ക്കകത്ത് ഇളമാപ്പഴം, ഈ ഇളമാപ്പഴം കഴിക്കും. അവിടെ കാഴ്ചയില്ലാത്തൊരു ലോകമാണ്, അന്ധകാരമുള്ളൊരു ലോകത്ത് ഇളമാപ്പഴം കഴിക്കരുത്. ഇളമാപ്പഴം ചെറിയ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് വായിൽ ഒഴിച്ചു കൊടുക്കും. ശരിക്കും ആ അന്ധകാരത്തിലേക്കുള്ള ഒരു അന്ധകാരത്തിലാവാൻ കാരണം ആ ഇളമാപ്പഴമാണ്. പക്ഷെ ആ ഇളമാപ്പഴത്തിന്റെ അകത്ത് തന്നെ അതിന്റെ കുരു, ആ കുരു കഴിച്ചാൽ ഈ അന്ധകാരം പോകുന്നുണ്ട്. ശരിക്കും ആ ഒരു കുരു അല്ല ഈ പറയുന്ന പോലെ ഈ റിലീജിയനിലുള്ള ഈ മോറൽ വാല്യൂസ് എന്ന് പറയുന്നത്, ഇന്നർ വാല്യൂസ്. റിലീജിയൻ ഈ ഇപ്പൊ പറഞ്ഞ ബ്ലൈൻഡ് ഫെയ്ത്ത് ആവുന്ന സമയത്താണ് ഇന്ത്യ റിലീജിയസ് കൺട്രി ആയതുകൊണ്ടാണ് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയത്. അതുകൊണ്ടാണ് ഇത്ര പ്രശ്നം വന്നത്. റിലീജിയൻ എല്ലാത്തിനും പോസിറ്റീവ് ഉണ്ടോ, ഇതിനും ഉണ്ട്. പക്ഷെ ഒരു റിലീജിയനും ഒരു പെർഫെക്റ്റ് ഐഡിയോളജി ഇല്ല. നമ്മൾ സെമിറ്റിക് റിലീജിയൻ എടുത്താൽ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി എടുത്തു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെ കൊല്ലുന്നതോട് എനിക്ക് യോജിപ്പില്ല. മൃഗങ്ങളെ കൊല്ലുമ്പോൾ അത് നല്ല പെയിൻ ഉണ്ട്. പ്ലാന്റ്സിന് സെൻട്രൽ നെർവസ് സിസ്റ്റം ഇല്ല, അതിന് പെയിൻ ഇല്ല. ആ ഒരു കാര്യം ബ്രാഹ്മണിസ്റ്റൻ ആ ഒരു കാര്യം നല്ലതാണ്. പക്ഷെ ഇന്ത്യയിൽ ബ്രാഹ്മണിസ്റ്റേക്കാളും നല്ല ബുദ്ധിസമായി ഇപ്പോഴല്ലേ. പക്ഷെ പഴയകാല ബ്രാഹ്മൺസിൽ ഈ ബീഫ് കഴിക്കുന്ന അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് രീതിയിൽ പണ്ട് ഇതുപോലെ ബ്രാഹ്മണിസ്റ്റത്തിൽ നടക്കുന്നത്. ബ്രാഹ്മണിസ്റ്റത്തിൽ അവര് സംസ്കൃതത്തിൽ എല്ലാം എഴുതി വെക്കും, വേറെ ആർക്കും കൊടുക്കില്ല. പിന്നെ ഒരുപാട് ജനറേഷൻ എൻഡോഗമി, അവരുടെ ആൾക്കാരെ കല്യാണം വെച്ചാൽ അങ്ങനെയാണ് അവരുടെ ഒരു സുപ്പീരിയർ റേസ് ആയിട്ട് മാറിയത്. ശരിക്കും ഇന്ത്യയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ബുദ്ധിസം തന്നെയാണ്. ബുദ്ധിസം റിലീജിയൻ അല്ല, ഇറ്റ്സ് എ ഫിലോസഫിയാണ്. അവര് മെറ്റാഫിസിക്കലെ കാര്യം ചർച്ച ചെയ്യില്ല. അത് മെറ്റാഫിസിക്കലാണ്. ദൈവം ഉണ്ടെന്ന് അറിഞ്ഞാൽ കുഴപ്പമില്ല, ഇല്ലെന്നും അറിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അത് ചോദ്യമാണ്, ഇന്റലക്ച്വലായ ചോദ്യമാണ്. പക്ഷെ അതേ ശ്രീബുദ്ധനെ തന്നെ പിന്നീട് ദൈവമാക്കി. ബുദ്ധ പറഞ്ഞ മുഴുവൻ മാറ്റി. അങ്ങനെ കമ്മ്യൂണിസം പറ്റിയതാണ്. യുക്തിവാദികളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ സി രവീന്ദ്രൻ. ഇപ്പൊ സി രവീന്ദ്രൻ നിലവില് യുക്തിവാദികൾ വലിയ സയൻസിന്റെ ലിമിറ്റേഷൻസ് അല്ല, സയൻസിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. സയൻസ് ഫൈനൈറ്റ് ആണ്. സയൻസ് വെച്ച് ഈ ഗോഡ് എന്ന് പറയുന്ന സംഭവമല്ല, മെറ്റാഫിസിക്കലായ കാര്യങ്ങളാണ്. ഇപ്പൊ ലോജിക്കൽ പോസിറ്റിവ്സ് 1920s വന്നപ്പോൾ അവർ ഈ മെറ്റാഫിസിക്സിനെ റിജക്ട് ചെയ്യാൻ തുടങ്ങി, എംപെറിക്കൽ അല്ല പറഞ്ഞു. പക്ഷെ ഒരു വേറെ ഒരു നമ്മുടെ സെൻസിനുള്ള അപ്പുറത്തായുള്ള കാര്യമാണ്. അതിന് ടേം കോൺസെപ്റ്റ് ട്രാൻസ്ജെൻഡറിൽ പറയും. ആ ഒരു അവസ്ഥയിൽ ഉണ്ടാവാതിരിക്കാം. എത്തീസവും തെയ്സവും രണ്ടും ശരിയായ ബിലീഫ് അല്ല, രണ്ട് ബയസ്ഡ് ആണ്. തെയ്സാണ് ബിലീഫ് ഉള്ളത്, എത്തീസം ദൈവമില്ലെന്ന്. രണ്ടും ഒബ്ജക്റ്റീവ് അല്ല. ഇപ്പൊ എന്റെ കേസ് എടുത്താൽ ഞാൻ പേഴ്സണലി ബിലീവറാണ്, ഇന്റലക്ച്വലി അഗ്നോസ്റ്റിക് ആണ്, ഹ്യൂമാനിറ്റിയിൽ എത്തീസ്റ്റ് ആണ്. മൂന്നും ഉണ്ട്. 3 വാദങ്ങളാണോ? 3 ഡയമെൻഷൻ, 3 സിറ്റുവേഷനിൽ 3 സിറ്റുവേഷനിൽ അങ്ങനെ പോകണം. പേഴ്സണലി എനിക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു അനുഭവം ഉണ്ട്. അൺബയസ്ഡ് തിരിച്ചു ചെയ്യാൻ അഗ്നോസ്റ്റിക് ആണ്. ഹ്യൂമാനിറ്റിയിൽ പറഞ്ഞാൽ
അനുഭവം എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് അല്ലേ? എന്താണ് അനുഭവം എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് എന്നല്ലേ? സബ്ജക്റ്റീവാണ്, റിലേറ്റീവായ കാര്യമാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഈ റിലീജിയന്റെ ഈ അല്ലെങ്കിൽ പിന്നെ അക്ബർ പോലെ എല്ലാ റിലീജിയന്റെ പോസിറ്റീവ് എടുത്ത് പുതിയ റിലീജിയൻ ഉണ്ടാകണം. അല്ല ഇപ്പൊ പക്ഷേ ഇന്ത്യയിൽ ഈ ശബരിമല ഇഷ്യൂലൊന്നും ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്ത്യ സെക്യുലർ കൺട്രി, അവരുടെ ഇതിൽ പോയിക്കോട്ടെ. അവിടെ സ്ത്രീകൾ കയറാതിരിക്കുക നല്ലത്. അല്ലെങ്കിൽ അമ്പലങ്ങൾ റിലീജിയന്റെ ഒരു ഗുണം പറഞ്ഞാൽ ബ്രാഹ്മിൻസ് ആയാലും ജൂസ് ആയാലും അവർക്ക് ഒരു ഡിസിപ്ലിൻ ലൈഫ് ഉണ്ട്. ആ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ ചർച്ച ചെയ്യുമ്പോൾ തന്നെ സന്തോഷം റാൻഡം ആയിട്ടുള്ള സബ്ജക്റ്റിലൂടെ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു സബ്ജക്റ്റിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്ലൈൻഡ് ഫെയ്ത്തിനെ കാര്യം എടുക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ സയൻസിൽ ഒരു പുതിയൊരു പഠനം വന്നിട്ടുണ്ട്, ഡിറ്റർമിനിസം. എന്താ പറയാ, നമ്മൾ ഫേറ്റ് എന്ന് പറയത്തില്ലേ, ഫേറ്റ് എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഫ്യൂച്ചർ, നമ്മളിപ്പോ ഈ ഫ്യൂച്ചർ, പാസ്റ്റ്, പ്രസന്റ് എന്ന് പറയുന്ന 3 സാധനത്തിലൂടെ കടന്നു പോവാം. നാളെ കാണുന്നത് ഫ്യൂച്ചറാണ്, ഇന്നലെ പ്രസന്റ് ആണ്, ഇന്നലെ ഉള്ളത് പാസ്റ്റ് ആണ്. അതെ, ഇപ്പോ എത്രയോ ലക്ഷങ്ങൾ പ്രകാശ വർഷം അകലെയുള്ള ഒരു നക്ഷത്രത്തെ നമ്മൾ ഇന്ന് കാണുന്നത് അത്രയും പ്രകാശ വർഷം, അത്രയും എന്താ പറയാ പഴക്കമുള്ള ഒരു ചന്ദ്രനാണ്, അല്ലെങ്കിൽ ആ നക്ഷത്രമാണ്. നമ്മൾ ആ നക്ഷത്രം എത്തിക്കുമ്പോൾ ചിലപ്പോൾ ആ നക്ഷത്രം അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പോ ഫ്യൂച്ചറും ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ നമ്മൾ നടക്കാൻ പോകുന്ന ഫ്യൂച്ചർ എല്ലാം ഫേറ്റ് ആണ്, കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്കായിട്ടുള്ള ബന്ധം എന്താണ്? ടോപ്പിക്കിൽ ബന്ധമുണ്ട്. ഇതിപ്പോ റിലീജിയന്റെ ആൾക്കാർ ഇത് എടുത്തു കൊണ്ടുവരികയും ദൈവം പറഞ്ഞ ശരിയല്ലേ, വിധി ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുന്നു ഈ ബൈബിളിൽ പറയുന്ന ജെറുസലേം അതെല്ലാം ഉണ്ട്, എവിഡൻസ് ഉണ്ട്. അവിടെ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, അതില്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്ന ഫേറ്റ് ശരിക്കും ഉണ്ടോ? ഫേറ്റ് ഉണ്ടോ? വിധി ഉണ്ടോ? ഫേറ്റ് ഇല്ല, ഫ്രീ വില്ലാണ്. ഫേറ്റ് ഉണ്ടെങ്കിൽ ചില ആൾക്കാരുടെ ജീവിതം നന്നായിട്ട് പോകും, ചില ആൾക്കാരുടെ ജീവിതം മോശമായിട്ട് പോകും. അപ്പോൾ അവിടെ ഇൻജസ്റ്റിസ് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഫേറ്റ് ഉണ്ടെങ്കിൽ ആ ആളല്ല റെസ്പോൺസിബിൾ, ദൈവമാണ് റെസ്പോൺസിബിൾ. അയാളെ കുറ്റപ്പെട്ട് കാര്യമില്ല. ഫേറ്റ് ഇല്ല, ഫ്രീ വില്ലാണ്. പ്രപഞ്ചത്തിലുണ്ടോ? ഈവൻ ക്രിസ്ത്യാനിറ്റി തന്നെ ഒരു കാര്യം പറയാം, ആ ആദം അവ പറഞ്ഞ ആ കാര്യം ഉണ്ടല്ലോ, അന്ന് ഇവർക്കൊരു സ്ട്രോങ് ആൻഡ് നല്ലൊരു മൈൻഡ്, നല്ല മനസ്സാത്രം പോരാ, സ്ട്രോങ് മൈൻഡ് ഉണ്ടെങ്കിൽ അവർ ആ പറയുന്ന സിൻ ചെയ്യില്ലേ. അവിടെ വെച്ചാൽ ക്രിസ്ത്യാനിറ്റി ബ്രേക്കായി. സ്ട്രോങ് ആൻഡ് നല്ല മനസ്സാണെങ്കിൽ, നല്ല മനസ്സാത്രമായിട്ട് കാര്യമില്ല, സ്ട്രോങ് ആണെങ്കിൽ അതവർ ചെയ്യില്ല. അതോടെ അത് കഴിഞ്ഞു. ക്രിസ്ത്യാനിറ്റി ഹോൾ തെറി പോവുകയാണ്. പിന്നെ എവല്യൂഷൻ എവിഡൻസ് ഉണ്ട്, പക്ഷെ ആദ്യം എവിടെ ഉണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. യൂണിവേഴ്സിന്റെ ഒറിജിനും അങ്ങനെ തന്നെയാണ്. ആദ്യം എന്തുണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. പിന്നെ ഈ രവിചന്ദ്രൻ പ്രപഞ്ചം ഉള്ളതാണ്, മൈത്രേയം പ്രപഞ്ചം ഉള്ളതാണ്, അത് ഉള്ളതാണ്, പക്ഷെ അത് എവിടെ നിന്ന് ഉണ്ടായെന്ന് ചോദിക്കാറുള്ളൂ. എനർജി ക്രിയേറ്റ് ആണ്, അവിടെയും ഫിലോസഫി ചോദിക്കാറുള്ളൂ. സയൻസ് ഹൗവും ഫിലോസഫി വൈയും ആണ്. മൈത്രേയം പറഞ്ഞ പ്രപഞ്ചം ഉള്ളതാണ്, അത് പുള്ളി ലിംഗ്വിസ്റ്റിക്കലി ആണ് ആർഗ്യൂ ചെയ്യുന്നത്, സയന്റിഫിക്കലി അല്ല. സയന്റിഫിക്കലി ഫാക്ട് പറയുന്നുണ്ടല്ലോ പുള്ളി. സയന്റിഫിക്കലി ഫാക്ട് പറയുന്നുണ്ടല്ലോ. എന്താ സയന്റിഫിക്കലി ഫാക്ട് പറയുന്നുണ്ടല്ലോ? ഫാക്ട് പറയുന്നുണ്ട്, പക്ഷെ ഗോഡ് എന്ന സംഭവം ഒരിക്കലും എംപിറിക്കൽ അല്ല, ട്രാൻസ്ജെൻഡറുള്ള കാര്യങ്ങളാണ്. അങ്ങനത്തെ കാര്യങ്ങൾ മെറ്റാഫിസിക്സ് വെച്ച് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, സയൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളെ ഈ കാര്യങ്ങളൊക്കെ അളക്കാനുള്ള ഒരു അളവ് പോലല്ലേ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ രവിചന്ദ്രന്റെ രാഷണലിസം ഇത് പറയുന്നത് യുക്തിവാദം അല്ല, നിരീശ്വരവാദത്തിലേക്കാണ് പോകുന്നത്. കുയുക്തിവാദമാണ് അവര് പറയുന്നത്. മൈത്രേയന്റെ ആ ഗ്രൂപ്പിന്റെ തന്നെ പേര് ശരിയല്ല. റാഷണൽ പറഞ്ഞാൽ മാത്സ് ആണ് റാഷണൽ, സയൻസ് റാഷണൽ അല്ല. റാഷണൽ ഗ്രൂപ്പ് പറയണം, എസൻസ്. അതാണ് അവരുടെ ഗ്രൂപ്പിന്റെ പേര്. ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്ന പേര് കേട്ടല്ല, അവർ ഉപയോഗിക്കുന്ന പേര്. റാഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല ഇവിടെ, റാഷണൽ ഗ്രൂപ്പ് ആണ് പറഞ്ഞത്. തുടക്കത്തിൽ ഉണ്ടായിരുന്നു, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഓരോരുത്തരും ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. എസൻസ് തന്നെ ഇപ്പൊ 2 പിരിഞ്ഞു. എസൻസ് ഗ്ലോബൽ ഉണ്ട്, എസൻസ് ക്ലബ് ഉണ്ട്. റാഷണൽ ഗ്രൂപ്പ് ഇപ്പൊ പണ്ട് തുടക്കകാല സഹോദരൻ അയ്യപ്പൻ തൊട്ട് സ്കാൻഡിനേവിയൻ കൺട്രീസിലുള്ള റിലീജിയൻ ഇല്ല, സയൻസ് ആണ് പറയുമെങ്കിൽ അവിടെയും പ്രശ്നങ്ങളുണ്ട്.
എനിക്കെല്ലാം സ്കാൻഡിനേവിയൻ കൺട്രീസിലുള്ള ഫാൻസ് എല്ലാം ഉണ്ട്. അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ സൂസൈഡ് കൂടുതലാണ്, ഡിപ്രഷൻ കൂടുതലാണ്. അങ്ങനെ അത് ക്ലൈമറ്റാണ്. നല്ലതല്ലേ? പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. നല്ലതല്ലേ? എനിക്ക് തോന്നുന്നു സെക്യുലർ ആ രീതിയിൽ പോകണമെങ്കിൽ നല്ലത്.